നമസ്കാരം. എല്ലാ കൂട്ടക്ഷരങ്ങളുടെ കൂട്ടുകാർക്കും കുറേ കാലങ്ങൾക്ക് ശേഷം കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ പവിത്ര ഉണ്ണി, കൂട്ടക്ഷരങ്ങളുടെ ഒരു എഡിറ്ററാണ്. നമ്മൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ലൈവ് സെഷനുകൾ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത് ഒരുപാട് കേസുകൾ നമ്മൾ കൗമാരക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കാണുന്നു. കൗമാരക്കാർ മൊത്തത്തിൽ പ്രശ്നത്തിലാണ് എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു ആശങ്ക കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കുട്ടികളെ നന്നാക്കുന്നതിന് മുമ്പ് പാരന്റ്സ് നന്നാകേണ്ടതുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെട്ട് കാണാറുണ്ട്. അപ്പൊ പാരന്റിങ്ങിലാണ് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് നമ്മോടൊപ്പം ഉള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ പ്രിയ വർഗീസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രിയ തിരുവല്ലയില് ബ്രീത്ത് മൈൻഡ് കെയർ എന്നുള്ള ഒരു സൈക്കോളജി സർവീസ് സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ ഷോയിലേക്ക് സ്വാഗതം പ്രിയ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കൗമാരക്കാർക്ക് എന്താണ് ഇത്രയും പ്രത്യേകത എന്നുള്ളതാണ്. സാധാരണ കുട്ടികളിൽ നിന്ന് കൗമാരത്തിലേക്ക് മാറുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? മാനസികമായി അവർക്കുണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരാളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്രായം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടീനേജ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. നമ്മുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുപാട് ട്രാൻസിഷൻസ് ആവശ്യമായിട്ടുള്ള ഒരു പ്രായമാണല്ലോ. അതായത് എന്താണ് മുന്നോട്ട് പഠിക്കേണ്ടത്, ജീവിതത്തിൽ ആരായിട്ടാണ് മാറേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടിയായിരുന്നു നേരത്തെ, ഇപ്പോൾ ആ ഒരു ഏജ് കഴിഞ്ഞു. എന്നാൽ അഡൽട്ടായി മാറിയോ എന്ന് ചോദിച്ചാൽ അതും ആയിട്ടില്ല. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വല്ലാതെ സംഘർഷം അവർ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ കൗമാരക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രാൻസിഷനെ നേരിടുക വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ പേരൻസ് അവരെ പറ്റി ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കുന്നു. അവരുടെ മാർക്കിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷെ ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവർക്ക് വരാൻ കഴിയാതെ വരുമ്പോൾ നമ്മളും വളരെ ഫ്രസ്ട്രേറ്റഡ് ആവും. അതുപോലെ അവർക്കും ആ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഞാൻ കൊച്ചുകുട്ടിയല്ല, എന്നെ ഒരുപാട് ഉപദേശിക്കേണ്ടെന്നുള്ള രീതിയിൽ ആ പ്രായത്തിൽ അവർ ചിന്തിച്ചു പോകും. അതുകൊണ്ടാണ് ഒരുപാട് രീതിയിലുള്ള ഒരു സ്ട്രെസ് അവർ അനുഭവിക്കുന്നത്. എന്നാൽ പല കുട്ടികളും നമ്മൾ കുറച്ച് അധികം ഓമനിച്ച് വളർത്തുമ്പോൾ ഈ ഒരു പ്രായത്തിൽ എത്തുമ്പോൾ ഒട്ടും അനുസരണ ഇല്ലാതായി തീരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ലഹരി ഉപയോഗമുണ്ട്. അതുപോലുള്ള പല കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കുകയും അതിന്റെ ഭവിഷ്യത്തായിട്ട് അവര് ആങ്കർ ഒരുപാട് ഉണ്ടാവുന്നു. അവർക്ക് എങ്ങനെ ഒന്നും ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ വല്ലാത്ത ദേഷ്യം ഉണ്ടാകുന്നു. അവർക്ക് പണം ഒരുപാട് ആവശ്യം വരുന്നതിന്റെ പേരിൽ അവര് വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കൗമാരത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. കൗമാരക്കാരെ ഇവിടെ പ്രധാന പ്രശ്നമായിട്ട് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഈ ലഹരി ഉപയോഗം, അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയൊക്കെയാണല്ലോ. അപ്പോ പ്രിയ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു നിമിഷം കൗമാരത്തിൽ കൊണ്ടുവന്ന് നമുക്ക് നന്നാക്കാൻ പറ്റില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ചെറുപ്പം തൊട്ട് എങ്ങനെയാ പാരന്റിങ് വരുന്നു എന്നുള്ളതൊരു വിഷയം ഇരിക്കുന്നു. എന്നാൽ പോലും പെട്ടെന്ന് ഇപ്പൊ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഒരു പാരന്റിനെ ചെയ്യാവുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പ്രിയ എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുക? നമ്മൾ പലപ്പോഴും ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്, ഇപ്പൊ കുട്ടികൾക്ക് പല രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ട്. ഇത് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തോ കണ്ടുപിടിച്ചു, നമ്മൾ എന്തോ നേടി, ഇവരുടെ കളത്തരം നമ്മൾ കണ്ടുപിടിച്ചെന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കും നമ്മൾ ഇരിക്കുക. പക്ഷെ അത് വളരെ അപകടമാണ്. കാരണം പിന്നീട് ഒന്നും ഇവർ നമ്മളോട് ഷെയർ ചെയ്യാതാവും. അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടാവും. പക്ഷെ അത് പേരൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നോട് ദേഷ്യപ്പെടുമോ, അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള രീതിയിലേക്ക് മാറും. കാരണം കൗമാരത്തിൽ പല പല ക്യൂരിയോസിറ്റീസ് ഉണ്ട്, പലതും അറിയണം എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി അവർക്കുണ്ട്. നമ്മൾ ഒരിക്കലും എല്ലാത്തിനെയും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങാനും ഈ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ മറ്റോ ലഹരി ഉപയോഗം പോലെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടെത്തിയാൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സപ്പോർട്ടീവായിട്ട്, നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തി അവരെ നമ്മൾ നേരെയാക്കാൻ നോക്കിയാൽ അത് അവർ നമ്മളിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. പിന്നെ ഇത് കുട്ടിക്ക് വേറെ ബിഹേവിയർ പ്രോബ്ലം ഒന്നുമില്ല, അവരുടെ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്, അല്ലെങ്കിൽ കുട്ടി ഡിപ്രഷനിലൂടെ പോകുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെങ്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം വ്യക്തിത്വ വൈകല്യം പോലെ നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയില്ലേ, അതായത് വളരെ ദേഷ്യം, പറഞ്ഞാലൊന്നും അനുസരിക്കുന്നില്ല, കള്ളം പറയുന്നു, മോഷ്ടിക്കുന്നു, ഇങ്ങനെയുള്ള രീതിയിലേക്ക് കുറച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ലഹരി ഉപയോഗമൊക്കെ വളരെ മരണം വരെ സംഭവിക്കുന്ന ഒരു സംഭവമാണിത്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി കഴിയാനൊന്നും അത് പറ്റണമെന്നില്ല. ഇപ്പൊ ആൽക്കഹോൾ പോലെ അല്ലെങ്കിൽ മറ്റു ലഹരി പോലെ
അവർ ഓവർഡോസ് ഒക്കെ എടുക്കുന്നു, മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഒരു സൈക്യാട്രി യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള വലിയ സിവിയർ ആയിട്ടുള്ള കേസസിലൊക്കെ നല്ലതെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് കൗമാരക്കാരെ കരുതുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഒരു കൗമാരം എന്തായാലും എത്തും, നമുക്കറിയാം. കുട്ടികൾ ജനിക്കുന്നു, അവരുടെ ഒരു ചെറിയ പ്രായം, ആ ഒരു ടാൻട്രംസ്, ഒരു ടോഡ്ലർ പ്രായമൊക്കെ കഴിയുന്നു, മെല്ലെ അഡോളസൻസിലേക്കും ടീനേജിലേക്കൊക്കെ എത്തും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കാം പാരന്റ്സ്? അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെറുപ്പം മുതൽ ശ്രദ്ധിക്കണം കുറച്ചുകൂടി മാനേജബിൾ ആയിട്ടുള്ള ഒരു കൗമാരം ഉണ്ടാക്കിയെടുക്കാൻ? ഒരു 10 വയസ്സ് വരെയൊക്കെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവാൻ. നമ്മളോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ ഒത്തിരി ജഡ്ജ് ചെയ്യത്തില്ല. അവരെ വഴക്ക് പറഞ്ഞങ്ങ് ശിക്ഷിക്കുകയല്ല. കാര്യങ്ങളുടെ നന്മതിന്മകൾ പറഞ്ഞു കൊടുത്ത് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം അവരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഒരു 10 വയസ്സിന് ശേഷമൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഈ പേരന്റിങ് പ്രോസസ്സ് കറക്ഷൻ ഒക്കെ നടത്താനായിട്ട് നോക്കിയാൽ വളരെയധികം ഡിഫിക്കൽട്ടാണ്. കാരണം കുട്ടികൾ അവരുടെ ആരോഗ്യം, അവരുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അവർ റെസിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇമോഷണലി ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കാണിക്കും. അപ്പോൾ ചെറുപ്പത്തിലെ അവരുമായിട്ട് നല്ലൊരു ബന്ധം മാനസികമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അവരുടെ കൂടെയുള്ള ആൾക്കാരാണ്, നമ്മൾ അവരെ കുറ്റപ്പെടുത്താനുള്ളവരല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർ നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഫാമിലി എൻവയോൺമെന്റും വളരെ സപ്പോർട്ടീവായിട്ടിരിക്കുമ്പോൾ പേരൻസ് തമ്മിലുള്ള ബന്ധം പോലും നല്ല രീതിയിൽ പോകുമ്പോഴാണ് കുട്ടികൾക്ക് നല്ല സമാധാനത്തോടെ ഇരിക്കാനും നമ്മളോട് കാര്യങ്ങൾ പറയാനും അവർക്ക് തന്നെ ചേഞ്ചസ് ജീവിതത്തിൽ വരുത്താനും ഒക്കെ സാധ്യമാവുകയുള്ളൂ. പവിത്ര കേൾക്കാൻ കഴിയുന്നില്ല. മ്യൂട്ടായിരുന്നു. എനിക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ ചുമയ്ക്കുമ്പോൾ മ്യൂട്ട് ചെയ്യാണ്, എല്ലാവരും ക്ഷമിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു പാരന്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പലപ്പോഴും ഇത് ഒരു രീതി എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. പലപ്പോഴും പല കുടുംബങ്ങളിലും കണ്ടിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് പാരന്റ്സും രണ്ട് തരത്തിൽ കുട്ടികളോട് പെരുമാറുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരാൾ വളരെയധികം ലീനിയന്റ് ആയി പോകുന്നു, ഒരാൾ വളരെ സ്ട്രിക്റ്റ് ആയി പോകുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു കപ്പിൾ, ഒരു ടീം എന്ന നിലയിൽ ഒരു പാരന്റിങ്ങിനെ നോക്കിക്കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്? നമ്മൾ ഈ സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളായിട്ട് വരുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് പേരൻസ് രണ്ടുപേരും രണ്ട് രീതിയിൽ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ വീട്ടിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുണ്ടെങ്കിൽ എല്ലാവരും പല പല രീതിയിലാണ് കുട്ടിയോട് പെരുമാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോൺ യൂസ് അത് അപകടകരമാണെന്ന് മാതാവ് മനസ്സിലാക്കുന്നു. പക്ഷേ പിതാവ് ചിലപ്പോൾ ആൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറച്ചു നേരം കുട്ടിയോട് സ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുട്ടീനെ പിണക്കണ്ട, സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടീൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻസ് രണ്ടുപേരും ചേർന്ന് ഈ ഫോൺ ഉപയോഗം കുറയ്ക്കാനായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് അതിലേക്ക് ഇടപെട്ടിട്ട് കുട്ടീനെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവരും പല പല രീതിയിൽ ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കാത്തത് കൊണ്ട് പല പെരുമാറ്റ പ്രശ്നങ്ങളിലും കുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള എൻവയോൺമെന്റിൽ ഇപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് പണം എടുത്തെന്ന് വിചാരിക്കുക. അതിനുശേഷം കുട്ടിക്ക് ചില കുട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്യുക. അവർ പറയും, അമ്മയോട് പറയും മറ്റേ ആളാണ് എടുത്തത്, അമ്മൂമ്മയാണ് എടുത്തത്, അല്ലെങ്കിൽ വേറെ ബന്ധുക്കളാണ് എടുത്തതെന്ന് പറയും. അങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ വരെ അതിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം കോർഡിനേറ്റഡ് ആയിട്ട് നിന്നില്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റം പ്രശ്നത്തിലേക്ക് മാറുന്ന അവസ്ഥ ഉറപ്പാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയങ്ങൾ പ്രിയയോട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഞാനത് വായിച്ച് പ്രിയയോട് ചോദിക്കാം. എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ കൗമാരക്കാരുടെ പാരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നു, പക്ഷെ എന്നാൽ പോലും കൗമാരക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരുടെ ഒരു പിയർ പ്രഷർ ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് അത്ര വലിയൊരു കൺട്രോൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. എന്നാൽ പോലും എങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പാരന്റ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ടോ? അത് അവരുടെ ഒരു ഓട്ടോണമിയെ ബാധിക്കുന്നതായിട്ട് അവർ കൂടുതൽ റിബലായി മാറുമോ? എന്താണ് അത്തരം കാര്യങ്ങളിൽ പാരന്റ്സ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിന്റെ അർത്ഥം നമ്മൾ പോയി വളരെ മൈക്രോ മാനേജ് ചെയ്ത് അവരെന്താ ചെയ്യുന്നത്, അവർ ആരോട് മിണ്ടുന്നു, ആരെ ഫോൺ വിളിക്കുന്നു, ഇങ്ങനെ ഒരുപാട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോയാലും ഒരിക്കലും അവർക്കത് ഇഷ്ടപ്പെടില്ല. അവർ നമ്മളുമായിട്ടൊരു റിബല്യസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. പക്ഷെ അതേസമയം നമുക്കൊരു അവയർനെസ് വേണം, ഇവരെവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും കുട്ടികൾ ഷെയർ ചെയ്യാത്ത എപ്പോഴാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പേരൻസുമായിട്ട് നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാത്ത കുട്ടികളാണ് അത് പറയാനായിട്ട് മടി കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി കൺട്രോളിങ് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിലും കുട്ടികൾ റെഡി ആവില്ല. അപ്പം നമ്മൾ എന്താണെങ്കിലും അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. നമ്മൾ ആരാണെന്നുള്ളത്, നമ്മൾ ഓരോ വ്യക്തികളും എങ്ങനെയാണ്, നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണെന്നുള്ളത് കുട്ടി അറിയണം. പല കാര്യങ്ങളുമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കാം, നീ കോളേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ പല രീതിയിലുള്ള ആളുകളുണ്ട്, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം.
പിന്നെ പിയർ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം വരുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാറ്റാൻ പറ്റും. ഈ പിയർ ഇൻഫ്ലുവൻസിന്റെ കൂടെ തന്നെ സ്വഭാവ പ്രശ്നം ബേസിക്കലി ചെറിയ പ്രായം തൊട്ടേ ഉള്ള കുട്ടികളാണെങ്കിൽ അത് മാറ്റാനായിട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യം ആയിട്ട് വരും. സമീർ ഹസൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്കൂൾ ലെവലിൽ ലഹരിക്കെതിരെ കുട്ടികളെ ബോധവൽക്കരണം നടത്തുന്നില്ല എന്നാണ്. ഒരു സ്കൂളുകളുടെ ഒരു പങ്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിയക്ക് തോന്നുന്നത്? സ്കൂളിൽ കൗൺസിലർമാരും ഒക്കെ അവൈലബിൾ ആണ്. പലപ്പോഴും ഒരു പ്രശ്നം വരുന്നത് കുട്ടിയെ സ്കൂൾ കൗൺസിലറിന്റെ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഈ പേരൻസും ടീച്ചേഴ്സും തമ്മിൽ ചിലപ്പോൾ ഒരു ക്ലാഷ് വരാറുണ്ട്. ഇതെങ്ങനെ ഈ പേരൻസിനോട് പറയും എന്നുള്ള ഒരു പേടി പല ടീച്ചേഴ്സും പറയാറുള്ളതാണ്. അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. പേരൻസ് എപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പ്രിയ, സോറി ടു ഇന്ററപ്റ്റ്. ഈ പേരൻസ് പലപ്പോഴും കുട്ടികളുടെ പ്രശ്നം ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ക്ലയൻസിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു അപ്രോച്ച് തോന്നാറുണ്ടോ? അതോ ആളുകൾ ഓക്കെ എന്റെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കണം എന്നുള്ള ചിന്തയാണോ കൂടുതൽ, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇത് വെറുതെ ചുമ്മാ പറയുന്നതാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ കൂടുതൽ? രണ്ട് രീതിയിലും ഉണ്ട്. അതായത് എൻ്റെ കുട്ടിയാണ്, അവൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല. നമുക്ക് എല്ലാവർക്കും അതാണ് ആഗ്രഹം, നമ്മുടെ കുട്ടികൾ ഏറ്റവും പെർഫെക്റ്റ് ആണോന്ന്. അങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ പെർമിസീവ് പേരന്റിങ് എന്ന് പറയും. കുട്ടിയുടെ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന, ഒന്നിനോട് നോ പറയാത്ത പേരൻസ്. അങ്ങനെയുള്ള പേരൻസ് ആണ് പലപ്പോഴും കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നത്. ഇവരെ കുട്ടികൾ പല രീതിയിൽ ശരിക്കും പറഞ്ഞ് പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും. അത് പിന്നീട് ഒരിക്കൽ മാത്രമായിരിക്കും. ചിലപ്പോൾ അവർ 18 വയസ്സോ 25 വയസ്സോ ആകുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഈ പേരൻസ് തിരിച്ചറിയുന്നത്, ഞാൻ പണ്ടേ ഗൈഡ് ചെയ്യേണ്ടതായിരുന്നു, കുട്ടി ഒരുപാട് അവരുടെ വിചാരിക്കുന്ന നിലയിൽ നിന്ന് മാറിപ്പോയെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് ടഫാണ്. എന്നാൽ നല്ലൊരു ശതമാനം പേരൻസ് കുട്ടികളെ മനസ്സിലാക്കുകയും അവരെ മാറ്റണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം വരുന്നത്, ചിലപ്പോൾ അച്ഛന് ആഗ്രഹം ഉണ്ടായിരിക്കും കുട്ടീനെ ചേഞ്ച് ചെയ്യണമെന്ന്, അമ്മ ചിലപ്പോൾ സഹകരിക്കാത്ത അവസ്ഥ. ഇവർ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടീനെ കറക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ സ്കൂൾ കൗൺസിലർമാരൊക്കെ അവൈലബിൾ ആണ്. അങ്ങോട്ട് റെഫർ ചെയ്യാനായിട്ടുള്ള ഒരു രീതി കുറച്ചും കൂടി ശക്തമായിട്ട് അവിടേക്ക് റെഫറൽസ് ചെല്ലണം. അങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ അവയർനെസ്സുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാം സൗഹൃദ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളിലുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേരൻസ് കുറച്ചും കൂടി മിക്കതും ഈ ഫാമിലി പ്രോബ്ലം ഉള്ള സാഹചര്യങ്ങളിൽ പേരൻസിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിന് പറ്റുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. ഇപ്പൊ കൗമാരക്കാരെ സംബന്ധിച്ച് വേറെ നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇവരുടെ അഗ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പല കേസുകളും നമ്മൾ കാണുന്നത് എല്ലാം തല്ലി തീർക്കുക അല്ലെങ്കിൽ അഗ്രസീവായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് അവർ പോകുന്നത്. അതിന് വേറെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ ഉണ്ടാകാം, സിനിമയാകാം, അല്ലെങ്കിൽ അവർ കാണുന്ന കണ്ടന്റുകളായിരിക്കാം, അവരുടെ ഗെയിമുകളായിരിക്കാം, എന്ത് തന്നെയായാലും അവർ ആ സമൂഹത്തിൽ നിന്ന് പകർത്തിയെടുക്കുന്ന ഒരു കാര്യമായിരിക്കാം. എന്നാൽ പോലും എങ്ങനെ നമുക്ക് ഈ അഗ്രഷനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റും? അതിൽ പാരന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രസ്ട്രേഷൻ ടോളറൻസ് കുറവുള്ള ആളുകൾ, അതായത് എനിക്ക് ഇപ്പോൾ ഒരു കാര്യം വേണം, എനിക്കത് കിട്ടിയില്ലെങ്കിൽ അവിടെ ജീവിതം തീർന്നെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ എന്തും തല്ലി തോപ്പിക്കുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികളുണ്ട്. ഇത് ചെറുപ്പത്തിലേ ഡെവലപ്പ് ആകുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ, ഞാൻ എന്ത് വിചാരിച്ചാലും എനിക്കിപ്പോൾ കിട്ടുമല്ലോ. നമ്മളിപ്പോൾ ഫോൺ എടുത്ത് വെച്ചാൽ എന്ത് വേണം, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം, എന്ത് ഓർഡർ ചെയ്യണം, നമുക്ക് പെട്ടെന്ന് കിട്ടും. ആ രീതിയിൽ വളർന്നു വന്ന കുട്ടികളാണ്. അപ്പോൾ എല്ലാം നമ്മൾ സമ്മതിച്ച് കൊടുത്ത് വളർത്തുന്നത് വലിയ പ്രശ്നമാണ്. ബാലൻസ് ചെയ്ത് പോകണം. ഈ അഗ്രഷനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നോ കേട്ട് കുട്ടി വളർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ എപ്പോഴും വീട്ടിൽ ഫോൺ മാത്രം നോക്കിയിരിക്കുന്ന കുട്ടിയാണ്, വേറെ അതർ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കുട്ടിയുടെ ഈ ആങ്കറിനെയൊക്കെ നമുക്കിപ്പോൾ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്കൊക്കെ എൻഗേജ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള സാഹചര്യങ്ങളും കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ വെറുതെ കുട്ടിയോട് ഫോൺ തരില്ല, അവിടെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ ഒരു കുട്ടികളും ഇരിക്കില്ല, നമുക്ക് പോലും പറ്റുമെന്നുള്ള സംശയമാണ്, ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് വേറെ രീതിയിലേക്ക് ചാനലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ കൗമാരക്കാരുടെ നമ്മുടെ അഗ്രസീവ് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഫോൺ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളുമാണ് ടീനേജ് പ്രഗ്നൻസി നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോക്സോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പോക്സോ കേസിലെ പ്രതി പോലും ചിലപ്പോൾ മൈനർ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ഹെൽത്തി സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടീനേജർ ആകുക ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സിലും എല്ലാം എന്നുള്ളത് എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുക? അത് പാരന്റ്സിന്റെ ഒരു ചുമതലയാണോ, അതോ സ്കൂളിനാണോ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ അവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? എന്താണ് തോന്നുന്നത്? വീട്ടിലും സ്കൂളിലും രണ്ടിടങ്ങളിലും അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും.
പിന്നെ നമ്മളെല്ലാവരും എന്താണ് പാശ്ചാത്യ സംസ്കാരം ആണ് നമുക്കും ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടം. നമ്മളിപ്പോൾ പലരും നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മൾ ഫോളോ ചെയ്യുന്നത് വേറെ രാജ്യത്തെ ആളുകളുടെ രീതികളാണ്. നമ്മൾ കാണുന്ന യൂട്യൂബിലെ കാര്യങ്ങളോ റീൽസോ എല്ലാം തന്നെ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ടീനേജേഴ്സിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെ ആറ്റിറ്റ്യൂഡ് കുറേ മാറി വന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പോലും ഒരാളെ കണ്ടു, എന്നാൽ പിന്നെ വേഗം കല്യാണം കഴിക്കുക എന്നുള്ളത് തീരുമാനിക്കുകയല്ല അവർ ഒരുപാട് നാൾ അവർക്ക് പറ്റുന്ന ആളാണെന്നുള്ളത് കമ്പാറ്റബിലിറ്റി എല്ലാ രീതിയിലും മാനസികമായിട്ട് യോജിക്കുമോ എന്നൊക്കെ ഉള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അവർ കല്യാണത്തിലേക്കൊക്കെ എത്തുകയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം. ഇതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. കോൺട്രാസെപ്റ്റീവിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങല്ലാതെ എടുത്തു ചാടി ഒരു ബന്ധത്തിലേക്ക് പോയി കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലരും ഇപ്പോൾ അഡൽട്ട്ഹുഡിലുള്ള പലരും പറയുന്നതാണ്, ആ ഒരു ചെറിയ പ്രായത്തിൽ ഒന്നും ആലോചിക്കാതെ ഒരു സ്നേഹം തോന്നി പെട്ടെന്ന് കല്യാണം കഴിച്ചു, പക്ഷെ ഇപ്പോൾ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്കും വരാനായിട്ട് പാർട്ട്ണർ സമ്മതിക്കുന്നില്ല, വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ എടുത്തുചാട്ടങ്ങൾ കുറച്ചും കൂടി നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതൊരു ഫെയിലിയറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെയും നമ്മൾ അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഇപ്പൊ കൂടുതലും ഒരു നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഒരു അംബീഷൻ പലപ്പോഴും ഈ പറയുന്ന ടീനേജേഴ്സിന് കുറവാണ് എന്ന് കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പ്രിയ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ ലഭ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പഠിച്ച് വലിയൊരു ജോലി നേടി കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഒരു വലിയ വിഭാഗം കുട്ടികളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കാതെയും പലതരത്തിലുള്ള ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആയാൽ പോലും അവർക്ക് ജീവിച്ചു പോകാം എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഒരു ലോങ് ടേം ലൈഫ് ഗോൾസ് ഉള്ള കുട്ടികളായിട്ട് ഇവരെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും ഒരു പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണല്ലോ. ചിലപ്പോൾ ഒരു 4-5 വർഷം ഈ ഒരു ഇൻഫ്ലുവൻസറായി മറ്റുമൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വരും, ഇവർ പിന്നോട്ട് പോകാം, അപ്പോഴും ഇവർക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലൊരു ലോങ് ടേം ലൈഫ് ഗോൾസ് ഉള്ള പിള്ളേരായിട്ട് വളർത്താൻ എങ്ങനെ നമുക്ക് സാധിക്കും? ജീവിതം എന്ന് പറയുന്നത് പരാജയവും വിജയവും രണ്ടും കൂടെ ചേർന്നാണല്ലോ. പക്ഷെ കുട്ടികൾക്ക് ഈ പരാജയം എന്നുള്ളതിനെ പറ്റി വലിയ അറിവ് അങ്ങനെ ഇല്ല. അവർ പറയുന്ന എന്തും നമ്മൾ സാധിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് വളർത്തുന്ന കുട്ടികളാണ്. പരാജയത്തിനെ അവർക്ക് ഒരിക്കലും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഒരു സംശയമാണ്. അപ്പൊ ഇടയ്ക്ക് നോ പറയുകയും പരാജയത്തിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും അവരെ ഓവർ പ്രൊട്ടക്ട് ചെയ്ത് എല്ലാത്തിനും കൂടെ നടക്കണ്ട. ഇപ്പൊ നിന്റെ ഉത്തരവാദിത്തം പഠിക്കുക മാത്രമാണ്, നീ അത് ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പേരൻസ് ഉണ്ട്. പക്ഷെ പഠിത്തത്തിന്റെ അപ്പുറം ഒരാൾ ജീവിതത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് വേണ്ട ഒരുപാട് സ്കില്ലുകളുണ്ട്. സാമൂഹികമായിട്ടുള്ള സ്കില്ലുണ്ട്, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകളുണ്ട്. അപ്പൊ ഇതും കൂടെയൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ബാലൻസ് ചെയ്ത് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോഴത്തെ നമ്മൾ കാലത്തിനനുസരിച്ചാണ് പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇത് ചെയ്യുന്നു, നമ്മൾ ഇത് ചെയ്യുന്നു പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്ത ബോധമോ അല്ലെങ്കിൽ നാളെ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യുന്നുള്ള ചിന്ത ചിലപ്പോൾ അവർക്ക് വരുന്നില്ല. അവർ ഇപ്പോഴത്തെ കാര്യത്തെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇത്രയും ഓവർ പ്രൊട്ടക്റ്റീവ് ആകണ്ട, നമ്മൾ കുറച്ചും കൂടി അവരെ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് അനുവദിക്കണം. പ്രീത ഗോപിനാഥൻ ചോദിക്കുന്നു, പിൻവലിഞ്ഞ് മുന്നോട്ട് വരാൻ മടിക്കുന്ന കുട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം? കുട്ടിക്ക് എന്തിനേയും പേടിയോടെ കാണുന്ന സ്വഭാവം ഉണ്ട്, അതെങ്ങനെ മാറ്റിയെടുക്കാം? എനിക്ക് തോന്നുന്നു കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള കുട്ടിയായിരിക്കാം. ആ കുട്ടിയുടെ കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സിലൊരു സ്ട്രോങ് ബിലീഫ് ആയിരിക്കും, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഞാൻ എവിടെയെങ്കിലും പോയി സംസാരിച്ചാൽ ശരിയാവില്ല, ആളുകൾ എന്നെ കളിയാക്കും, ഇങ്ങനൊരു സ്ട്രോങ് ബിലീഫ് ഉള്ളിലുണ്ടായിരിക്കും. ഇത് മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഏറ്റവും സ്ട്രെസ് കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക്, ചിലപ്പോൾ 2 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു 4 പേര് വരുന്ന സാഹചര്യത്തിലേക്ക്, അങ്ങനെ പതുക്കെ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മളെ കുട്ടീനെ കൊണ്ടുപോകുന്നു. പക്ഷെ ആദ്യം ഏറ്റവും എളുപ്പമുള്ളത് കുട്ടിക്ക് തന്നെ മനസ്സിലാകണം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കുട്ടിക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുക. മിക്കപ്പോഴും ഈ സ്വഭാവങ്ങൾ ചിലപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും, പേരൻസിൽ ആർക്കെങ്കിലും ചിലപ്പോൾ ഈ ഒരു രീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒരു പാരമ്പര്യമായിട്ടും ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല മോഡലായിട്ട് നിൽക്കുകയാണെങ്കിലും കുട്ടിയിൽ വ്യത്യാസം വരുത്താൻ പറ്റും. നമ്മളും കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്. നമ്മളിലും നല്ല ചേഞ്ചസ് വരും, അത് കണ്ട് കുട്ടിയിലും നല്ല ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് തുടങ്ങും. പ്രസന്ന ശശി ചോദിക്കുന്നത്, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും
ഒരേ സമയം ക്ലാസ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു രീതി പറ്റുമോ എന്നാണ് പ്രിയ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതായത് ഒരുമിച്ചിരുത്തി അവരെ ക്ലാസ് എടുക്കുന്നതാണോ നല്ലത്, അതോ വേറെ വേറെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ് തോന്നുന്നു ചോദ്യം. നമ്മളിപ്പോൾ അവർ കൺസൾട്ടേഷന് വരുമ്പോഴാണെങ്കിൽ പോലും രണ്ട് കൂട്ടരെയും സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തിയിട്ടാണ് സംസാരിക്കാറ് ആദ്യം. അതിനുശേഷം ഇവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരസ്പരം ഉണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടിയോട് പഠിക്കുന്ന എപ്പോഴും പറയുന്ന അമ്മ ചിലപ്പോൾ കുട്ടിയെ പറ്റി ഭയങ്കര ഉത്കണ്ഠയുള്ള അമ്മയായിരിക്കും. കുട്ടിയുടെ ഭാവി എന്തായി തീരും, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷെ കുട്ടി അതിനെ എടുക്കുന്നത് എന്നോട് യാതൊരു വിധ ഇഷ്ടമില്ല, എന്നെ എപ്പോഴും പ്രഷറിലാക്കുകയാണ്, എനിക്ക് സമാധാനം തരുന്നില്ലെന്നായിരിക്കും. അപ്പൊ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മറ്റേ ആൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഒരുമിച്ചിരുത്തി സംസാരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പലപ്പോഴും ആദ്യമേ രണ്ട് കൂട്ടരും കുറ്റങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കേട്ട് കുറച്ചും കൂടി പ്രശ്നങ്ങൾ വഷളാവാനായിട്ട് സാധ്യതയുണ്ട്. സെപ്പറേറ്റ് ആയി സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് പ്രിയ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ക്ലയൻസിനെ കാണുന്ന ഒരാളാണ് പ്രിയ. എന്താണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ജെൻസി മൊത്തം പ്രശ്നമാണ്, അല്ലെങ്കിൽ 2K കിഡ്സ് മൊത്തം പ്രശ്നമാണ് എന്നുള്ള ഒരു നറേറ്റീവ് നമ്മളിപ്പോ ഒരുപാട് കാണുന്നുണ്ട്. ഈ കേസുകളുടെയൊക്കെ ഒരു ആധിക്യം കൊണ്ടായിരിക്കാം. പ്രിയ കാണുന്ന ഒരു ക്ലയന്റ് ബേസിൽ വെച്ച് നോക്കുമ്പോൾ പ്രിയക്ക് എന്താണ് തോന്നുന്നത്? കുട്ടികളിലാണോ കൂടുതൽ പ്രശ്നം, അതോ മുതിർന്നവരുടെ മോഡലിംഗിന്റെ പ്രശ്നം കൊണ്ടുള്ള പ്രശ്നങ്ങളാണോ കൂടുതൽ? നമ്മൾ ടീനേജിലായിരുന്നപ്പോൾ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മുമ്പത്തെ ജനറേഷനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടാവും. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് കാലത്തുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ രീതികൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അവർ സെൽഫ് അവെയർ ആണെന്ന് തോന്നുന്നു. അവർക്കൊരു പ്രശ്നമുണ്ട്, അവർക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ടെൻഷൻ ആണെന്ന് മനസ്സിലാക്കുകയും കുറച്ചും കൂടി സൈക്കോളജിസ്റ്റിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അവർ കുറച്ചും കൂടി തയ്യാറാണ്. പക്ഷെ മുന്നത്തെ കാലത്ത് കുറച്ചുകൂടി സ്റ്റിഗ്മയുണ്ട്, അവർക്ക് പേടിയാണ് മറ്റുള്ളവർ എന്ത് പറയും. ചിലപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, അവരുടെ ഫ്രണ്ട്സ് അടുത്തൂടെ നടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ കുറച്ച് പതുക്കെ സംസാരിക്കും, ഞാൻ സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർ ഫ്രണ്ട്സിനോട് പറയും. പക്ഷെ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളാണെങ്കിൽ വളരെ പേടിച്ചായിരിക്കും. അവർക്ക് ഇതൊരു ഭയങ്കര സ്റ്റിഗ്മയുണ്ട്, അവർക്ക് പേടിയുണ്ട് ആൾക്കാർ എന്ത് പറയുമെന്ന്. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഈ ലഹരി പോലുള്ള കാര്യങ്ങളുടെ യൂസ് ഇപ്പൊ കൂടി. ഈ ലഹരി ഉപയോഗിക്കുന്ന ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആള് കാണിക്കുന്നതിനെക്കാട്ടിലും അഗ്രസീവായിട്ട് പെരുമാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമുക്ക് ഒരു കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലുമൊക്കെ റെഡ് ഫ്ലാഗ്സുകൾ ഉണ്ടാവുമല്ലോ കുട്ടിയുടെ പെരുമാറ്റത്തിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റണമല്ലോ ആദ്യം തന്നെ. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, ഒറ്റയ്ക്ക് പോയിരിക്കുക, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് വല്ലാത്ത രീതിയിൽ വരിക. അത്രയും നാളും ചിലപ്പോൾ ഓക്കെ ആയിട്ടിരുന്ന കുട്ടി പെട്ടെന്ന് ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ വളരെ സാഡായിട്ട് ചില ദിവസങ്ങളിൽ ഇരിക്കുക. ഇതെല്ലാം നമ്മൾ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കരുതണം. അതുപോലെ തന്നെ പണം വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കുട്ടി എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ നമ്മൾ പലപ്പോഴും എത്രയാണ് പൈസ അവിടെ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. കുട്ടി പണം ഉപയോഗിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ വൈകി വീട്ടിലേക്ക് വരിക, ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇവന്റെ മുറിയിൽ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങൾ മുറിയിൽ ഉണ്ടാകുക. പ്രധാനമായിട്ട് ഒരു ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ടീനേജിൽ വരുന്ന ചെറിയ ബിഹേവിയർ ചേഞ്ചും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ബിഹേവിയറും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വയലന്റ് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ അക്രമകാരികളായിട്ടുള്ള കുട്ടികളും ഉണ്ടല്ലോ. ഇപ്പോൾ ചെറുപ്പം തൊട്ടേ ചിലപ്പോൾ ഭയങ്കര അക്രമം കാണിക്കുന്ന കുട്ടികളുണ്ടാകാം. എല്ലാം ആൾക്കാരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അടിക്കുന്നു, ഇടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ കുട്ടികളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്ന ചില പാരന്റ്സും ഉണ്ട്. എന്ത് തന്നെയായാലും ടീനേജിൽ എത്തുമ്പോൾ അതൊരിക്കലും നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനും, അത് വീട്ടുകാരെ തന്നെ തല്ലുന്ന ഒരുപാട് കഥകൾ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഒന്നും നമുക്ക് വരാനുള്ള ഒരു ഗ്യാപ്പ് അവർ തരണം എന്നില്ല. എന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്രമം നടത്തുന്ന കുട്ടികൾ വീട്ടിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അല്ല, അക്രമത്തിനെയൊക്കെ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെയാണ് നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും വളരെ ടഫാണ്. കുട്ടിയെ ഒരിക്കലും അതിന് റെഡി ആവാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു മാർഗം. പിന്നീട് കുട്ടി വീട്ടിലേക്ക് പോലും വരണമെന്ന് നിർബന്ധമില്ല, നമുക്കറിയില്ല കുട്ടി എവിടെയാണെന്ന് പോലും. അപ്പോൾ എങ്ങനെ ട്രീറ്റ്മെന്റ് സാധ്യമാവും? വളരെ വയലന്റ് ആയിരിക്കും, നമ്മൾ വിളിച്ചാലൊന്നും വരില്ല. ആ ഒരു കാരണത്തിൽ നമ്മളെ ഉപദ്രവിക്കാൻ വരെ സാധ്യതയുണ്ട്.
അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ആദ്യം നമ്മൾ ഇത് പരിഹരിക്കാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. സമീർ ഹസൻ ചോദിക്കുന്നു, പാരന്റ്സിന്റെ മാത്രം കുഴപ്പമാണോ ലഹരി മാഫിയ, ക്രൈം സിനിമകൾ ഇതിലൊക്കെ പങ്കില്ലേ? MDMA ഉപയോഗം സ്കൂൾ പരിസരത്താണ് കൂടുതലായി നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് ബാധിക്കുന്നുണ്ട്, പാരന്റ്സിന് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് സമീർ ഹസൻ പറയുന്നത്. ശരിയായിരിക്കാം. എന്നാൽ പോലും പാരന്റ്സിന് എത്ര വരെ നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരു കൺട്രോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്? കൂടുതലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണോ കുട്ടികളെ ബാധിക്കുന്നത്? എല്ലാം ഫാക്ടേഴ്സ് ഇതെല്ലാം ബാധിക്കുന്നതാണ്. അപ്പൊ കുട്ടി എന്തുകൊണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്നു? നമ്മളൊക്കെ എല്ലാ സിനിമകളും നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരും പോയി ക്രൈം ചെയ്യുന്നില്ല. ആ ക്രിമിനൽ ടെൻഡൻസി ബേസിക്കലി ഉള്ള ആളുകളാണ് അത് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ളവര് ഒരുപാട് പേര് കൂടി വരുന്നതിന്റെ കാര്യം അത് പരിഹരിക്കാൻ നമ്മൾ മെഷേഴ്സ് എടുക്കുന്നില്ല. ഇപ്പൊ ഈ അഫാന്റെ ഒക്കെ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ, മുൻപ് ഫോൺ മേടിച്ചു കൊടുത്തില്ല എന്നുള്ളതിന്റെ കാരണത്താൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറച്ചു വെക്കുകയാണ്, ബാക്കി ബന്ധുക്കളിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ട്, ഫാദറിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ആദ്യമേ ഈ റെഡ് ഫ്ലാഗ്സ് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. സിനിമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓൾറെഡി അഗ്രസീവ് ആയിട്ടുള്ള ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ പാസീവ് അഗ്രഷൻ എന്ന് പറയും, പുറമേ അവർ കാണിക്കില്ല, ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോഴാണ് പെട്ടെന്നൊരു സിനിമ കാണുന്നു, അതിലെങ്ങനെ കൊലപാതകം നടത്തി ആ ക്രിമിനൽ രക്ഷപ്പെടുന്നത് കാണുന്നു. അപ്പൊ അവനൊരു പ്രചോദനമായിട്ട് അത് മാറാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ കാണുന്ന പോലെ ഒരു വയലന്റ് ആയിട്ട് പുറമേ വയലൻസ് കാണിക്കുന്നവരാകണം എന്നില്ല. ഇത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഒരു സമയത്ത് പുറത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യാം, കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസുകളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 18 വയസ്സ് വരെ എങ്കിലും നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഇവരെ നമുക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റൂ. പലതരത്തിലുള്ള ബിഹേവിയർ പ്രശ്നങ്ങൾ നമ്മൾ കൗമാരക്കാർക്കിടയിൽ കാണാറുണ്ട്. ഇപ്പൊ ചെറുപ്പം തൊട്ടേ നമ്മൾ ഒരു പിന്തുടരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ ശരിയായിക്കോളും എന്നുള്ള ഒരു ചിന്ത ഭയങ്കരമായിട്ട് മനുഷ്യർക്കിടയിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു പനി വന്നാൽ നമ്മൾ പോയി മരുന്ന് കഴിക്കും. അതേസമയം മാനസിക രോഗ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബിഹേവിയർ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് തനിയെ ശരിയായിക്കോളും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ട്. അത് എത്രത്തോളം ഒരു വലിയ ഒരു സ്റ്റിഗ്മയായിട്ടാണ് പ്രിയക്ക് തോന്നുന്നത്? അങ്ങനെ തനിയെ ശരിയാകുന്ന ബിഹേവിയർ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ വ്യക്തിത്വ വൈകല്യമാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വഭാവ പ്രശ്നമാണെങ്കിൽ തനിയെ മാറില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരു വ്യക്തി വിചാരിക്കുന്നത് എനിക്ക് പണം വേണം, എൻ്റെ ഇഷ്ടത്തിന് എനിക്കത് എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അയാൾക്ക് കുറ്റബോധം എന്ന് പറയുന്ന ഒരു ചിന്തയില്ല. അപ്പൊ അങ്ങനെ ഒരാൾ ചേഞ്ച് ആവില്ല. അതേസമയം വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് കോൺഫിഡൻസ് കുറഞ്ഞ ഒരു വ്യക്തി ചിലപ്പോൾ നല്ലൊരു സാഹചര്യത്തിലേക്ക് പോയാൽ അയാൾ ബെറ്റർ ആയേക്കാം. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്ന സ്വഭാവം വളരെ മോശമായതിനു ശേഷം അയാൾ തന്നെ റെഡി ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഈ ടീനേജേഴ്സിനെ ചികിത്സിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള രീതികളാണ് സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്? ഇപ്പൊ മരുന്ന് ചികിത്സയാണോ പലപ്പോഴും വേണ്ടി വരുന്നത്, അതോ അവരോട് ഇങ്ങനെ കൗൺസിലിങ്ങും അല്ലെങ്കിൽ ടോക്ക് തെറാപ്പിയൊക്കെ കൊണ്ട് തന്നെ പലരും മാറാറുണ്ടോ? പലർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് മരുന്ന് കൊടുക്കണമല്ലോ എന്നുള്ളതൊക്കെയാണ് പലരുടെയും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ചികിത്സാ രീതികൾ? ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ചികിത്സിക്കുമ്പോൾ എന്ത് രീതികളാണ് പാലിക്കുന്നത്? ഇപ്പോൾ വ്യക്തിത്വത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് സ്ഥിരമായിട്ടൊരു മൂഡില്ല, മൂഡ് അങ്ങ് മാറി വരുന്നു, ഒരു പ്രശ്നം വരുമ്പോഴത്തേന് തകർന്നു പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഒരു സൈക്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. മരുന്ന് ചില കേസസിൽ ആവശ്യം വരും, അപ്പൊ നമ്മൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. അതേസമയം വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കാനായിട്ട് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ കുട്ടികൾക്കും അല്ല, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ വളരെ തീവ്രമായ ആത്മഹത്യാ ചിന്തയുണ്ടെങ്കിൽ നമ്മൾ അത് ഒരുപാട് താമസിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ കുട്ടീനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അപ്പൊ ഏത് സാഹചര്യം നമ്മൾ നോക്കണം. പിന്നെ പൊതുവെ പേരൻസ്, എല്ലാവരും അല്ല, ചില പേരൻസ് ഒരു രീതിയുണ്ട്, അവർ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറയും ഇന്ന രീതിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇത് കുട്ടിയോട് അങ്ങ് പറയുക. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതികളായിരിക്കും ഇവർ പറയുക. പക്ഷെ ഈ കുട്ടി ബേസിക് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു അടുക്കും ചിട്ടയോ പോലും ഇല്ലാത്തൊരു കുട്ടിയായിരിക്കും. ഒരു പെർഫെക്ഷനിലേക്ക് എത്രയും വേഗം കുട്ടീനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നമ്മളോടും വാശി പിടിക്കുന്ന പേരൻസ് ഉണ്ട്. പക്ഷേ ഈ ടീനേജേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ. ഫ്രണ്ട്ലി എന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം അനുവദിക്കുക എന്നല്ല, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം. അതേസമയം
നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുള്ള ഒരു രീതി, അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്ന, അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നെന്ന് മനസ്സിലാക്കുന്ന ഒരു രീതി തുടരുമ്പോൾ മാത്രമാണ് കുട്ടിയെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റൂ. അല്ലാണ്ട് ഒരു ഉപദേശത്തിന്റെ മോഡിലേക്ക് പോയിട്ട് നമ്മളെല്ലാവരും നിന്ന് കുറേ സമയം ഉപദേശിക്കുന്നു, കുട്ടി നമ്മളിൽ നിന്ന് അകന്നു പോവുക മാത്രമേ ഉള്ളൂ. ആ കുട്ടിയുമായിട്ട് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുള്ള രീതിയിൽ സൈക്കോളജിസ്റ്റും പേരൻസും മാറുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം കുട്ടികളിൽ കാണാറുണ്ട്. ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമാണല്ലോ, അധ്യാപകർക്ക് ചൂരൽ തിരിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ചൂരൽ തിരിച്ചെടുക്കൂ, കുട്ടികൾ നന്നാവും എന്നുള്ള ഒരു പ്രചരണം വളരെയധികം നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ശിക്ഷാരീതികൾ കൊണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നു? ഇല്ല, അടിക്കുമ്പോഴത്തേനും അവര് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ല. എന്തോ ഒരു തെറ്റ് ചെയ്തു എന്ന് മാത്രം തോന്നുന്നുണ്ട്, അല്ല എന്താ തെറ്റ് ചെയ്തത് അവർക്കതൊന്നും പിടികിട്ടുന്നില്ല. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ അവർ ചെയ്ത തെറ്റിനെ പറ്റി മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാൻ മാതാപിതാക്കളും അതുപോലെ ടീച്ചേഴ്സും റെഡി ആവണം. നമ്മളെ എല്ലാം തല്ലി വളർത്തിയത് കൊണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശരിയായതെന്ന്. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. ഈ പണിഷ്മെന്റ് കൂടുന്നത് കൊണ്ടും ആളുകൾക്ക് വ്യക്തിത്വ വൈകല്യവും ഡിപ്രഷനും ഒക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കണം. ഒരു തല്ല് കിട്ടിയാൽ കോൺഫിഡൻസ് തകർന്നു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ തല്ലാനായിട്ട് പാടില്ല. അവന്റെ വ്യക്തിത്വം മനസ്സിലാക്കി നമ്മൾ പെരുമാറുക. അത് അതിലേക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കനുസരിച്ചിട്ട് പാരന്റിങ് മാറ്റിയെടുക്കണം എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ എങ്ങനെയാണ് പാരന്റ്സിന്റെ ആ ഒരു അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? പലതരത്തിലുള്ള പാരന്റിങ് രീതികളുണ്ട്. എന്റെ കുട്ടിക്ക് ഏത് തരത്തിലുള്ള പാരന്റിങ് ആണ് വേണ്ടത് എന്നെങ്ങനെ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും? ഈ പെർമസീവ് പേരന്റിങ് എപ്പോഴും അപകടമാണ്. ഒന്നിനും നോ പറയാത്ത രീതി എപ്പോഴും എല്ലാ കുട്ടികൾക്കും അത് അപകടം തന്നെയാണ്. അതുപോലെ തന്നെ നെഗ്ലക്ട്ഫുൾ പേരൻസ് ഉണ്ട്. കുട്ടീനെ എന്ത് ചെയ്യുന്നു ഒന്നും അവർ ചോദിക്കുന്നില്ല, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. പേരൻസും ചിലപ്പോൾ എന്തെങ്കിലും വ്യക്തിത്വ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ട് കുട്ടീനെ ഇവർ ശ്രദ്ധിക്കാത്തതാവും. ഈ രണ്ട് വളരെ അപകടം പിടിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതോറിറ്റേറിയൻ പേരന്റിങ് എന്ന് പറഞ്ഞ് നമ്മളൊരു എന്താണ് ഒരു ഭരണാധികാരിയായി ഇരുന്നു കൊണ്ട് നമ്മളെല്ലാ ഓർഡേഴ്സും കുട്ടിക്ക് കൊടുക്കുന്നു, കുട്ടി അത് ചെയ്യുന്നത് പോലെ. ചിലപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് ആളുകളും ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതിയാണ്. കുട്ടി പേടിച്ച് ഒന്നും തിരിച്ചൊന്നും പറയില്ല, എല്ലാം അനുസരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം അവൻ്റെ ഉള്ളിൽ അവൻ ഹാപ്പി ആണെന്നല്ല. കുട്ടി ഹാപ്പി ആയിട്ട് വളരാൻ ഏറ്റവും നല്ലത് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറഞ്ഞ് കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ അവൻ്റെ മനസ്സിലുള്ളത് നമ്മൾ കേൾക്കുന്നു. നമ്മളുടെ അഭിപ്രായങ്ങൾ ഇന്ന കാര്യങ്ങളാണ് നിന്നെ സഹായിക്കാൻ സാധ്യത, മറ്റേ കാര്യങ്ങളൊക്കെ അപകടമാണ് എന്നുള്ള രീതിയിൽ ചർച്ചയിലൂടെ പോകുന്ന രീതിയാണ് പേരന്റിങ്ങിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടിക്ക് അത് കംഫർട്ടബിൾ ആകണം എന്ന് ഇല്ല. അപ്പോൾ ആ ഒരു രീതി നമ്മൾ കുട്ടിയെ കുറച്ചുകൂടി ലിസൺ ചെയ്യണം. പക്ഷേ സമയമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരിടുന്നത്. സമയം നമ്മൾ കണ്ടെത്തി കുറച്ചും കൂടി കുട്ടീനെ മനസ്സിലാക്കാനും അഡ്വൈസസ് കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാനുമായിട്ടും നമ്മൾ റെഡി ആവണം. ചില ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് പേടികൾ കൊണ്ട് കുട്ടികളെ ഒരുപാട് പ്രൊട്ടക്റ്റീവായി വളർത്തുന്ന ആളുകളുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരിടത്തും വിടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമായിട്ടുള്ള അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് വളർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ചില പാരന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് പേടിയായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ, അവരെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് പെട്ടാലോ എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കാം. അത് പലപ്പോഴും പറഞ്ഞ പോലെ പാരന്റിന്റെ ഒരു ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യമായിരിക്കാം. പക്ഷെ ഇതിൽ ആ കുട്ടികൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് വളർത്തിയെടുക്കേണ്ട ഒരു പ്രായമല്ലേ കൗമാരം? എന്താണ് പ്രിയക്ക് തോന്നുന്നത്? അതെ, നമ്മൾ ഈ വ്യക്തിത്വ വൈകല്യത്തിന്റെ കാര്യം പറയുമ്പോൾ അഗ്രഷൻ മാത്രമല്ല, ആൻഷ്യസ് അവോയ്ഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ വൈകല്യമുണ്ട്. അതായത് ഇവർക്ക് ഭയങ്കര ഉത്കണ്ഠയാണ്, ഇവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പോകാൻ പേടിയാണ്. അവരതുകൊണ്ട് ആ സാഹചര്യത്തെ അവോയ്ഡ് ചെയ്ത് അവർ പോകുന്നു. പുതിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പേടിയാണ്, പുതിയൊരു കോഴ്സിന് ചേരാനായിട്ട് പേടിയാണ്. അതുകൊണ്ട് അവരെല്ലാത്തിൽ നിന്നും പിന്മാറി ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 22 വയസ്സ് 25 വയസ്സൊക്കെ ഉണ്ടാവും, ജോലിക്കൊന്നും തന്നെ പോകാതെ അല്ലെങ്കിൽ പഠിക്കാനും ഒന്നും തന്നെ പോകാതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം ചെറുപ്പം തൊട്ടേ പേരൻസ് ചിലപ്പോൾ 2 പേരും അല്ലെങ്കിൽ ഒരാള് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും മാതാപിതാക്കൾ എടുക്കും. കുട്ടികൾ ജസ്റ്റ് ഇവർ പറയുന്നത് കേൾക്കുക എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു ടീനേജ് എത്തുന്നു, അല്ലെങ്കിൽ ടീനേജ് ഒക്കെ കഴിയുമ്പോഴത്തേനും തീരെ കോൺഫിഡൻസ് കുറയുകയും ഈ പേരൻസിന് എതിരായിട്ട് വല്ലാത്ത രീതിയിൽ മാറുന്നു. പക്ഷെ അവർ ഈ അഗ്രഷൻ പുറമേ ഒന്നും കാണിക്കുന്നില്ല, പേരൻസിനോട് വലിയ ശബ്ദത്തിൽ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ
അവർ പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികളുണ്ട്. അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂ ആണ്. അവരെ നമ്മൾ ആ പേരന്റിങ് സ്റ്റൈല് മാറ്റിയാൽ മാത്രമേ കുറച്ചും കൂടി അവരെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവദിക്കുക, ഇൻഡിപെൻഡൻസ് കൊടുക്കുക, എങ്കിൽ മാത്രമേ അവർക്ക് ചേഞ്ച് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ടീനേജറെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻഡിപെൻഡന്റ് ആക്കാൻ നമുക്ക് പറ്റും? എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ജോലികൾ ചെയ്യുന്നത് എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് പ്രായത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കാൻ സാധിക്കും? ചെറിയ പ്രായം തൊട്ട് നമ്മൾ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. ജീവിതം വളരെ ഈസി ആണെന്നുള്ള രീതിയിൽ അവർക്ക് തോന്നരുത്. കാരണം നമ്മൾ എല്ലാ കാലത്തും അവരുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ തന്നെ വേണം. ചെറുപ്പം തൊട്ടേ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആരും ഉത്തരവാദിത്തമുള്ളവരാവില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ റിവാർഡ്സ് നമ്മൾ കൊടുക്കണം. കുട്ടി നല്ല രീതിയിൽ പെരുമാറുമ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു. അതേസമയം എപ്പോഴും കുട്ടിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊടുക്കില്ല. അതിനൊരു കണക്കും കാര്യങ്ങളും നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ ഒരുപാടെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒന്നിന്റെ വില കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ടീനേജിൽ എത്തുമ്പോഴേക്കും വീട്ടിലെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വമൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കണം. എപ്പോഴും പഠിക്കുക എന്നുള്ള രീതിയിലൊന്നും അല്ല. കാരണം പലപ്പോഴും കുട്ടികൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് ഇവർ പഠിക്കുക ആകണമെന്നില്ല. അതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. നമ്മളൊരു ബിഹേവിയറൽ കോൺട്രാക്ട് എന്നൊക്കെ പറയും. അതായത് ഇന്ന കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കാര്യം നിന്നെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാര്യം നിനക്ക് മേടിച്ചു തരാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു രീതി നമ്മൾ പോകണം. ഇപ്പം നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുമെങ്കിൽ നമ്മൾ ആരും ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു റിവാർഡാണ് ശരിക്കും നമ്മളെ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെറിയ പ്രായം തൊട്ടേ ഉത്തരവാദിത്തം കൊടുക്കണം. ഈ ടീനേജിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ പൈസയും കൊടുത്തിട്ട് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മോണിറ്റർ ചെയ്യണം. കുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് പൈസ ഉപയോഗിക്കുന്നത്, ഉത്തരവാദിത്തം ഉള്ളവനാണോ എന്നുള്ളത് നമ്മൾ കുറച്ച് മാറി നിന്ന് മോണിറ്റർ ചെയ്യണം. അല്ലാതെ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നാലും അപകടകരമാണ്. ഇതിന്റെ മറ്റൊരു ഭാഗമാണല്ലോ ഒരുപാട് പാമ്പർ ചെയ്യുന്ന പാരന്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി എന്താ പറയാ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള പാരന്റ്സും ഒരു വിഭാഗമുണ്ട്. അത്തരത്തിലുള്ള പാരന്റിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ ഒരു കാര്യങ്ങളും ഭാവിയിൽ ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതാവും. കാരണം ഏറ്റവും സൗകര്യങ്ങളിൽ മാത്രമാണ് ജീവിച്ചത്. അവൻ പറയുന്നത് എല്ലാം കേട്ടാണ് ജീവിച്ചത്. അവനൊരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വീട്ടിലുണ്ടാവുന്ന ഒരു പാമ്പറിങ് അവിടെ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ വീട്ടിൽ കിട്ടിയ പാമ്പറിങ് സ്കൂളിലോ കോളേജിലോ ഒന്നും തന്നെ കിട്ടണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല. അപ്പോൾ വലിയൊരു വാശിക്കാരനായിട്ട് ഈ കുട്ടി മാറും എന്നുള്ളതാണ് ഈ ഓവർ പാമ്പറിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ടീനേജിൽ എത്തിക്കഴിയുമ്പോൾ മാറ്റാൻ വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ സ്വഭാവം ഏകദേശം ഉറച്ചു കഴിയും. അപ്പൊ അതിനുശേഷം മാറ്റുക എന്ന് പറഞ്ഞാൽ കുട്ടി വളരെ അഗ്രസീവ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പതുക്കെ പതുക്കെ നമ്മൾ ചെറിയ പ്രായം തൊട്ടേ ഈ ഓവർ പ്രൊട്ടക്റ്റീവ് ആകരുത്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കിട്ടിയില്ല, അതുകൊണ്ട് കുട്ടിയിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടുകൾ വരില്ലെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നമ്മുടെ കുട്ടിയും നമ്മളും വേറെ വേറെ ആളുകളാണ്. രണ്ടും ഒന്നല്ലെന്ന് മനസ്സിലാക്കുക. അവനെ ഈ ലോകത്ത് നല്ല രീതിയിൽ സർവൈവ് ചെയ്യുന്ന രീതിയിലാണ് വേണം നമ്മൾ മാറ്റാൻ. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ പലർക്കും ഇപ്പൊ ഈ പഠനത്തെ സംബന്ധിച്ചുമൊക്കെ പലതരത്തിലുള്ള നിർബന്ധങ്ങളുള്ള പാരന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കണം എന്നുള്ള നിർബന്ധങ്ങളുണ്ട്. എന്നാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇതിൽ പ്രത്യേകിച്ചൊരു തീരുമാനം ഇല്ലാത്ത കുട്ടികളും ഉണ്ടാകാം. അപ്പോ കുട്ടികളുടെ തീരുമാനം അനുസരിച്ച് അത്തരം കാര്യങ്ങൾ വിടുന്നതാണോ നല്ലത്, അതോ മാതാപിതാക്കളുടെ ഒരു ഇൻവോൾവ്മെന്റ് അത്തരം കാര്യങ്ങളിൽ വേണം എന്നാണോ പ്രിയക്ക് തോന്നുന്നത്? നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ഗൈഡൻസ് കൊടുക്കണം. അതിന്റെ അർത്ഥം നമ്മൾ കയറി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം എന്നല്ല. നമ്മൾ കുട്ടിയോട് ഇതിന്റെ വരുംവരായികൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ചിലപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാവണമെന്നില്ല. നമ്മൾ കുറച്ചുകൂടെ പുറകിലുള്ള കാലത്ത് ജീവിച്ചവരല്ലേ, ഈ ഒരു ടീനേജിലൊക്കെ ഉണ്ടായിരുന്നവരല്ലേ. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർക്കായിരിക്കും അറിയാവുന്നത്. അപ്പൊ അവരുടെ കൂടെ ചേർന്ന് നമ്മളും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, പക്ഷെ എനിക്ക് ആ ജോലി ഇഷ്ടമില്ല. എൻ്റെ വീട്ടുകാരെന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്, എനിക്കിനി വേറെ എന്തെങ്കിലും. ചില ആൾക്കാർ 30 വയസ്സിൽ 40 വയസ്സിലൊക്കെ പറയുന്നത് കേൾക്കാം, എൻ്റെ കരിയർ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം, ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, അതെല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, പക്ഷെ എൻ്റെ ആഗ്രഹം മറ്റെന്തോ ആണ്, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇതായിരുന്നു എൻ്റെ സമയം, ആ സമയം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ ഡിപ്രഷനിലാവുന്ന ആളുകളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം ഒരു ചർച്ചയിലൂടെ നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രയോറിറ്റി കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഈ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അവർ അഡൾട്ട് ആയി കഴിയുമ്പോൾ എന്താണല്ലോ അവർ തന്നെ വേണം അവരുടെ ജീവിതം തീരുമാനിക്കാൻ. ചിലപ്പോൾ അവരുടെ അടുത്ത് ഫെയിലിയർ ആയിരിക്കും, അവരുടെ അടുത്ത തീരുമാനം ശരിയല്ലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ലേൺ ചെയ്യാനായിട്ടും നമ്മൾ ആ സമയം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ടത്. കൗമാരക്കാരെ സംബന്ധിച്ച് വേറെ വലിയ ഒരു പാരന്റ്സിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ പ്രേമബന്ധങ്ങളാണ്. അത് പലപ്പോഴും അംഗീകരിക്കണം എന്ന് ആൾക്കാർക്ക് തോന്നുമെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് എപ്പോഴും ആശങ്ക ഉണ്ടാവുന്ന കാര്യമാണ് ഈ കുട്ടികളുടെ പ്രേമബന്ധങ്ങൾ. അവരെന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ എത്തുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരിക്കാം. ഒരു പ്രേമബന്ധം തിരിച്ചറിയുന്നു എങ്കിൽ കൗമാരകാലത്ത് എങ്ങനെയായിരിക്കണം പാരന്റ്സ് പ്രതികരിക്കേണ്ടതെന്നാണ് പ്രിയക്ക് തോന്നുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേരൻസും അതിനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരാണ്. അവർ പ്രേമം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ പൊട്ടിത്തെറിക്കുന്നവരോ ബഹളം ഉണ്ടാക്കുന്നവരോ അല്ല. പലപ്പോഴും ഒരു സമയമെടുത്ത് നിങ്ങൾ നോക്ക് എന്ന് പറയുന്നവരാണ് ഇപ്പോഴത്തെ പേരൻസ് എല്ലാം തന്നെ. വളരെ കുറച്ച് ശതമാനം ആൾക്കാർ പഴയ കാലത്തെ രീതിയിൽ എന്താണ് കുട്ടികളെ വീടിൻ്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഈ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇതിലും എല്ലാം കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് പ്രേമബന്ധമുണ്ട് എന്നാൽ പിന്നെ വേഗം കല്യാണം കഴിപ്പിച്ചേക്കാന്നൊക്കെയുള്ള രീതി കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ശരിക്കും അത് അബദ്ധമാണ്. കാരണം ഒരു കമ്പാറ്റബിലിറ്റി ഇല്ലാതെ ഒരുമിച്ച് ജീവിച്ചിട്ട് ഒന്നും മീനിങ് ഇല്ല. ഈ ടീനേജിൽ പ്രണയം ഉണ്ടാവാനായിട്ട് ഏറ്റവും സാധ്യതയുണ്ട്. അത് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിലാണ് ശരിക്കും നമ്മൾ ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ അതിന്റെ വരും വരായികൾ മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ടോക്സിക് ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നീ ആരോടും മിണ്ടാൻ ഞാൻ സമ്മതിക്കില്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, ഭയങ്കര ദേഷ്യം കാണിക്കുന്ന ചില ബന്ധങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ എന്താണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ളത് അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഇതുമെല്ലാം നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ഏരിയയാണിത്. ഇത് നമ്മൾ ദേഷ്യപ്പെട്ട് കാണിക്കുമ്പോഴത്തേനും കുട്ടികൾ ഇതിന്റെ അധികം നമുക്കെതിരാവാനായിട്ടേ നോക്കുകയുള്ളൂ. മറ്റൊരു പ്രധാന പ്രശ്നമായിരിക്കും ഇവരുടെ വസ്ത്രധാരണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ മുടി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും പല വീടുകളിൽ വലിയ വഴക്കുകൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഇന്ന് ചിലപ്പോൾ കുട്ടികൾ മുടി വളർത്തണം എന്നാഗ്രഹിക്കുന്ന ആൺകുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മുടി പ്രത്യേക രീതിയിൽ കളർ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ഇത്തരത്തിലുള്ള അവരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ കൈകടത്തുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടാവും. അതിൽ എന്താണ് നമുക്ക് ഒരു മിഡിൽ ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും? ചിലപ്പോൾ സ്കൂളുകളിൽ അനുവദിക്കാത്ത അവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ പറയുന്നത് പോലെ അത് ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമേജിന്റെ പ്രശ്നമായിരിക്കാം പാരന്റ്സിന്. ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഈ ഒരു ട്രെൻഡിനൊപ്പം പോകൽ, അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള അവരുടെ ഒരു രീതികളോടും അതിനോടൊക്കെ എന്താണ് തോന്നുന്നത്? വലിയ തരത്തിലുള്ള ഒരു ട്രെൻഡിനൊപ്പം പോകുന്ന കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ശരി, അവർ ട്രെൻഡിനൊപ്പം പോവുള്ളൂ, അങ്ങനെ പോകണം. ട്രെൻഡിനൊപ്പം അല്ല പോകുന്നെങ്കിൽ വളരെ പഴയ കാലത്തെ രീതിയാണ് അവരുടെ വസ്ത്രധാരണമെങ്കിൽ അതും കുഴപ്പങ്ങളാണ്. ട്രെൻഡിനൊപ്പം പോവും, നമ്മൾ അതും അവരോട് ചർച്ച ചെയ്യുക. ഇതിപ്പം ആരും ധരിക്കാത്ത വസ്ത്രമാണ്, ഒട്ടും മാന്യമല്ലാത്തതാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അവരോട് ചൂണ്ടിക്കാണിക്കുക. പക്ഷെ അവർ പലപ്പോഴും അവരുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം അവർ നോക്കും ബാക്കി എല്ലാവരും ചെയ്യുന്നു. അപ്പം ഞാനിപ്പോ ഒരു പഴയ കാലത്തെ വേഷം എന്തിനിടണം എന്ന് അവർ ചിന്തിക്കും. അത് അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും, ഫ്രണ്ട്സ് അവരെ കളിയാക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേസ് നമ്മൾ കണ്ടതാണ്. പാന്റ് ഇടാനും മുടി മുറിക്കാനും സമ്മതിക്കാത്തതിന് 2 പെൺകുട്ടികൾ ബോംബെ വരെ പോയ ഒരു കേസ് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് ചോദ്യം. അത് കാലത്തിനനുസരിച്ച് നോക്കണം. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ പാന്റ് ഇടുക അല്ലെങ്കിൽ മുടി വെട്ടുക എന്ന് പറയുന്നത് അത്ര നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ? അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ചെയ്യണം. നമ്മളൊരു 20-25 വർഷം മുമ്പത്തെ രീതികൾ ഇപ്പോൾ കുട്ടികളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും അതിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുകയുള്ളൂ. നമുക്ക് വിട്ട് കളയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യാൻ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇതൊന്നും അത്ര വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമല്ല. ലഹരി ഉപയോഗിക്കുന്ന പോലെ അപകടമായിട്ടുള്ള കാര്യമല്ല കുട്ടി മുടി വെട്ടുന്നതോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നതോ. അപ്പോൾ വിട്ട് കളയാൻ പറ്റുന്ന വിട്ട് കളയാനും നമ്മൾ നല്ലതുപോലെ പഠിക്കണം. നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് കൂട്ടി അയ്യോ ഈ വസ്ത്രമാണ്, ഇങ്ങനെ മുടി വെട്ടുകയാണ്, എല്ലാം കഴിഞ്ഞു, കുട്ടിയുടെ ഭാവി പോയി എന്നും പറഞ്ഞ് നമ്മൾ ഉത്കണ്ഠപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മൾ സ്ട്രിക്റ്റ് ആവുന്നത്. ഉത്കണ്ഠ കുറച്ചൊന്ന് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിച്ച് ഇത് സഹിക്കാൻ പറ്റുന്നതല്ലേ എന്നുള്ള രീതിയിൽ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വിട്ട് കളയണം. കൺട്രോൾ ചെയ്യുന്നതിലും ഒരു ലീനിയൻസ് വേണം എന്നുള്ളതാണ് പ്രിയ പറയുന്നത്. പ്രിയക്ക് വന്നിട്ടുള്ള കേസുകളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കുട്ടികളെ സംബന്ധിച്ചുള്ള പേരുകൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഇപ്പൊ ചിലർക്ക് തോന്നാൻ ഇത്രയും വലിയൊരു സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ
വൈകല്യമുള്ള ഒരു കുട്ടിയാണ്, ഇതൊന്നും നേരാവില്ല, ഇനി ഇതൊന്നും നേരാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കൊരു പ്രചോദനം നൽകാൻ എന്തെങ്കിലും തരത്തിലുള്ള ബിഹേവിയറൽ പ്രശ്നം പരിഹരിക്കപ്പെട്ട എന്തെങ്കിലും ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടോ? ഇപ്പോ ഫാമിലി പേരൻസ് തമ്മിൽ വളരെയധികം വഴക്കായിരിക്കും, എപ്പോഴും വഴക്കാണ്. കുട്ടി ഇതിൻ്റെ അകത്ത് ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത്. അതിനുശേഷം പേരൻസ്, ഈ കുട്ടി എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചാൽ ചെറുപ്പം തൊട്ടേ ഈ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. നീ കാരണമാണ്, നീ വളർത്തിയതിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. കുട്ടിക്ക് എപ്പോഴും തോന്നുന്നത് ഇവരുടെ ഫാമിലി, ഈ ഒരു കപ്പിളിന്റെ ഇഷ്യൂവിന് പോലും കാരണം ഞാനാണ്, ഞാൻ ജനിച്ചതാണ് ഇവർക്ക് പ്രശ്നമായെന്നുള്ള രീതിയിൽ ഈ കുട്ടി ചിന്തിക്കാനായിട്ട് തുടങ്ങി. വളരെ കോൺഫിഡൻസ് കുറവ് അനുഭവപ്പെടുക. പലപ്പോഴും പരീക്ഷയ്ക്കൊക്കെ തോക്കുമ്പോഴും എന്ത് തോൽവി വരുമ്പോഴും അതിനെ ഒന്ന് എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് പേരൻസ് ഗൈഡ് ചെയ്യുന്നില്ല, അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്നു. പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കുട്ടിക്ക് ആത്മഹത്യാ ചിന്തകൾ പോലെ വരുന്നു, എന്തെങ്കിലും ഫെയിലിയർ വരുമ്പോൾ. അല്ലെങ്കിൽ പേരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ, ജീവിക്കേണ്ട എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ഈ കുട്ടിക്ക് പതുക്കെ ശ്രദ്ധക്കുറവ് ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു. കുട്ടി ഒരു കാര്യത്തിന് മോട്ടിവേഷൻ ഇല്ലാതെ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. എന്തെങ്കിലും പേരൻസ് ചോദിച്ചാൽ തന്നെ പെട്ടെന്ന് ദേഷ്യം വരാനും ഒക്കെ തുടങ്ങി. കുറേ ആയി കഴിഞ്ഞപ്പോൾ ഈ പേരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇതിന് കാരണം എന്ന് പേരൻസ് റിയലൈസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. കാരണം പലപ്പോഴും പേരൻസ് പറയുന്നത്, ഞങ്ങൾ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കുന്നില്ലേ, ഞങ്ങൾ വേറെ എന്താ ചെയ്യണ്ടേ, ഞങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങി കൊടുക്കുന്നുണ്ട്, അപ്പൊ അത് ഒരു കുട്ടീനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് ഈ പേരൻസ് വിചാരിച്ചത്. പക്ഷെ പലപ്പോഴും ഇമോഷൻസിന് അവിടെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എത്രയൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താലും കുട്ടിക്ക് ഇമോഷണലി ഒരു ബോണ്ടിങ് ഉണ്ടാവാനായിട്ടുള്ള വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ സാവധാനം അവർക്ക് മനസ്സിലായി അവിടെ പോരായ്മ വന്നത് ഇമോഷണൽ ബോണ്ടിങ്ങിന്റെ ആണെന്ന്. അങ്ങനെ ഈ പേരൻസ് ഇവര് കുറെ കാര്യങ്ങൾ, അവർ തമ്മിലുള്ള ഇന്ററാക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് പണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പൈസ ചെലവാക്കുന്ന കാര്യത്തില്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അടുക്കി വെക്കുന്ന കാര്യത്തിലൊക്കെ ഇവർ തമ്മിൽ വളരെ ഈ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്ന അവസ്ഥയായിരുന്നു. പതുക്കെ പതുക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവർ ഇഗ്നോർ ചെയ്തു തുടങ്ങി. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി, കുട്ടിക്ക് എൻ്റെ കൂടെ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ചിന്ത തുടങ്ങി. കുറച്ച് വീട്ടിലെ അന്തരീക്ഷം നല്ല ബെറ്ററായി. പതുക്കെ ഈ കുട്ടി അതുവരെ ചെയ്യാത്ത, ആ കുട്ടിക്ക് ഒരു കഴിവും ഇല്ല, ഇങ്ങനെയൊക്കെയാണ് ഈ പേരൻസ് വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് എന്താണ് ഗെയിംസോ ഒരു കാര്യങ്ങളും എൻഗേജ് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പതുക്കെ പതുക്കെ ഈ ഒരു നല്ലൊരു സാഹചര്യം വീട്ടിൽ വന്നപ്പോഴത്തേനും കുട്ടി പതുക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ പഠിത്തത്തിലുമൊക്കെ വളരെ ബെറ്ററായി വരുന്ന ഒരു അവസ്ഥ കണ്ടു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ ബെറ്റർ ആണെങ്കിൽ വീട്ടിലെ സാഹചര്യവും മാതാപിതാക്കൾ അവരെ ഡീൽ ചെയ്യുന്ന രീതിയും ഒക്കെ തന്നെ വളരെ പ്രധാനമാണ്. മാതാപിതാക്കളുടെ മാനസികാരോഗ്യം ശരിക്കും ബെറ്റർ ആയാലേ കുട്ടികളുടെ മാനസിക അവസ്ഥയും ബെറ്റർ ആവുകയുള്ളൂ. പിന്നെ വളരെ ചെറിയ കേസസ് നമുക്ക് കാണാൻ പറ്റും. ഈ പേരൻസ് രണ്ടുപേരും ഓക്കെ ആയിരിക്കും, അവര് പക്ഷെ എന്നാലും കുട്ടികൾക്ക് ചിലപ്പോൾ പ്രശ്നം വരാറുണ്ട്. കാരണം അത് ഈ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ പോലെയൊക്കെ ഈ ബ്രെയിനിലുള്ള കെമിക്കൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന ചില ഡിസോർഡേഴ്സ് ഉണ്ട്. അതിനാണ് ശരിക്കും നമ്മൾ മാനസിക രോഗം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിലൊക്കെ ഒരു നമ്മൾ ചിലപ്പോൾ പേരൻസിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനത്തെ സാഹചര്യങ്ങളും വരാറുണ്ട്. ഇപ്പൊ ഇതിപ്പോ നമ്മള് പറഞ്ഞത് സാധാരണ ഒരു കപ്പിൾ ആയിട്ടുള്ള പാരന്റ്സ് ഉള്ള ഫാമിലികളെ കുറിച്ചാണ്. ഇപ്പൊ ഒരുപാട് സിംഗിൾ പാരന്റ്സ്, സിംഗിൾ മദറും സിംഗിൾ ഡാഡും ഒക്കെ വളർത്തുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, അതോ ഒരാൾ മാത്രമായതുകൊണ്ട് കുറച്ചുകൂടി നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? ഒരു രണ്ട് പാരന്റിന്റെ ആവശ്യം മാൻഡേറ്ററി ആയിട്ട് തോന്നാറുണ്ടോ ഒരു ടീനേജർക്ക്? രണ്ടുപേരും ഉള്ളതാണ് നല്ലത്. പക്ഷെ ഒരുപാട് വയലന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് വീട്ടിലുള്ളതെങ്കിൽ മാതാവോ അല്ലെങ്കിൽ പിതാവോ ഒരാളോ മാറി നിൽക്കുന്നതാണ് നല്ലതെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ആ ഒരു വയലന്റ് എൻവയോൺമെന്റ് ആയിരിക്കും ചിലപ്പോൾ കുട്ടിയുടെ സ്വഭാവ പ്രശ്നത്തിനും അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസിനും ഒക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം സെപ്പറേറ്റ് ആവേണ്ടത് അനിവാര്യമാണെന്ന് പോലും വരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഈ കൂടെയുള്ള ഒരു പേരന്റ് കുറച്ചും കൂടി ആ കുട്ടീനെ മനസ്സിലാക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇപ്പം ഗ്രാൻഡ് ഫാദറോ ആരെങ്കിലും ഗ്രാൻഡ് മദറോ ആരെങ്കിലും ആ ഒരു കൂടെ ഇല്ലാത്ത ഒരു പേരന്റിന് പകരമായിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈ കൗമാരത്തിൽ പലപ്പോഴും കാണാറുള്ളത് അമ്മയും പെൺമക്കളും തമ്മിൽ പലപ്പോഴും വലിയ അടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അമ്മ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നിരിക്കാം. എന്ത് തന്നെ ആയാലും കൗമാരത്തിൽ എത്തുമ്പോൾ പലപ്പോഴും
അമ്മ ഏറ്റവും വലിയൊരു ശത്രുവായി മാറുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടുവരാറുണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ച്. എങ്ങനെയാ നമുക്ക് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഇത് അമ്മയുടെ ക്യാരക്ടർ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഒന്നെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ഉത്കണ്ഠയുള്ള അമ്മയായിരിക്കും. ഭയങ്കര ഭയമാണ്. ഒരു പെൺകുട്ടി വളർന്നു വരുന്നത്, എന്തായിത്തീരും ഇവളുടെ ഭാവി? ഇങ്ങനെ ഒരുപാട് അമിതമായിട്ട് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞത്. അപ്പോൾ വലിയ പ്രശ്നമായി. ഇതുകൊണ്ട് എല്ലാം തീർന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ജനറലൈസേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു കാര്യം നടന്നു, ഇനി എപ്പോഴും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്, ഇതിൽ നിന്നൊരു മോചനമില്ല, എല്ലാം തീർന്നു എന്നുള്ള രീതി ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു രീതി അമ്മയ്ക്കുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പെൺകുട്ടിയെ സേഫ് ആക്കാമെന്ന് വിചാരിച്ച് അമിത സ്ട്രിക്ട്നെസ് കാണിക്കുന്നതും വളരെ അപകടമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മിക്കപ്പോഴും ഇതിൽ തമ്മിൽ പ്രശ്നം വരുന്നത്. പിന്നെ എൻ്റെ കാലത്ത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, നിനക്ക് മാത്രം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. അതുമൊക്കെ വലിയ പ്രശ്നമാണ്. കാലം മാറുന്നതിനനുസരിച്ച് ഇവർക്ക് മാറ്റം വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. എന്നെ പോലെ എൻ്റെ മകളും ആകണം നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അത്രയാണ് ശരിക്കും പേരന്റിങ്ങിന്റെ ഒരു രീതി. അല്ലാതെ അമിത സ്ട്രിക്റ്റിൽ കൂടെ കുട്ടികളെ നയിക്കുക എന്നുള്ളതല്ല നമ്മുടെ രീതി. വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്ന മറ്റൊരു പ്രവണതയാണ് ഈ ഒരാള് ആബ്സെന്റ് പാരന്റ് ആയിരിക്കുകയും ഒരാൾ ഡിഫോൾട്ട് പാരന്റ് ആയിരിക്കുകയും എന്നുള്ളത്. പലപ്പോഴും അച്ഛന്മാരുടെ ഇൻവോൾവ്മെന്റ് പലയിടത്തും ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള അച്ഛന്മാരോട് എന്താണ് പറയാൻ? അത് ശരിക്കും അപകടമാണ്. കാരണം ചിലപ്പോൾ ഫോണിലേക്ക് അമിതമായിട്ട് യൂസ് ചിലപ്പം ചില പേരൻസിന്, പ്രത്യേകിച്ച് ഫാദറിന്റെ കാര്യം ഇങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടി ഇത് കണ്ട് ഫോളോ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അമ്മ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അമ്മ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യം വരാം, അല്ലെങ്കിൽ ഉത്കണ്ഠ വരാം, ഈ കുട്ടികളോട് ഒരുപാട് ഒച്ച എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരാം. അപ്പൊ പതുക്കെ ഒരുപാട് ഒച്ച അമ്മ എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പതുക്കെ അമ്മയോടുള്ള ആ ഒരു വാല്യൂ കുറഞ്ഞു വരികയും അമ്മ പറയുന്ന ഒന്നും തന്നെ അനുസരിക്കാതെയും പോകുന്ന അവസ്ഥകളുണ്ട്. പലരും പറയും ഫാദർ ചിലപ്പോൾ പുറത്തായിരിക്കും, നാട്ടിൽ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല, അവരെല്ലാം പറഞ്ഞനുസരിക്കും, അമ്മയുടെ കൂടെ മാത്രം നിൽക്കുമ്പോഴാണ് പ്രശ്നം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരാൾ തന്നെ കുട്ടിയെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമായിരിക്കില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ബിഹേവിയറിൽ പ്രശ്നമുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ രണ്ടുപേരും കൂടി എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ജോലി തിരക്കും ഒരുപാട് റീസൺസ് നമ്മൾ പറയും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അത് രണ്ടുപേരും എഫേർട്ട് ഇട്ടാൽ മാത്രമേ പലപ്പോഴും ബിഹേവിയർ പ്രോബ്ലംസ് നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും പാരന്റിങ്ങിന് ടീനേജേഴ്സിന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നല്ല പാരന്റ് എന്ന് നമുക്ക് എന്നാലും അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് പാരന്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ പോലും നമ്മൾക്ക് സ്വയം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പാരന്റിങ്ങിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചില പോയിന്റുകൾ പറയാവും. അതായത് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊരു അത്യാവശ്യം നന്നായി പാരന്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ പെർഫെക്റ്റ് പേരന്റ് ആവാൻ നമ്മൾ നോക്കണ്ട എന്നുള്ളത് ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു കുഴപ്പങ്ങളും വരരുത്, കുട്ടിക്ക് ഒരു പ്രശ്നവും വരരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളോടൊരു വില തോന്നുന്നില്ല, ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു പേരന്റ് ആവാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ചാൽ, വലിയ പ്രശ്നങ്ങളില്ലാതെ ചർച്ച ചെയ്ത് കുട്ടിയോട് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പേരന്റായിട്ട് നമുക്ക് മാറാം. എപ്പോഴും ഒന്ന് കുട്ടീനെ ഒബ്സർവ് ചെയ്യാം. എല്ലാ ദിവസവും കുട്ടിയുടെ കാര്യങ്ങൾ, കുട്ടിയുടെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് കേൾക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ വളരെ നല്ല കാര്യം. ടീനേജിലൊക്കെ എത്തുമ്പോൾ ഇച്ചിരി മടി കാണിക്കും അവര്. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ അവര് പരിപൂർണമായിട്ടും നമ്മളെ പറ്റിക്കാനോ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ ചെയ്യാനോ ഒന്നും അവർ നോക്കില്ല. എന്റെ പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ പറ്റി ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്, അത് അമിതമായിട്ട് പോകരുത്. അതായത് എന്നെ പറ്റി ഇതാണ് പ്രതീക്ഷ, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് കുട്ടി പോകുന്ന രീതിയിലേക്ക് മാറരുത്. എന്നാൽ ഞാനൊരു നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. പിന്നെ ഒത്തിരി നമ്മൾ കുട്ടീനെ സ്ട്രിക്റ്റ് ആവാനായിട്ട് പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ഒരുപാട് പെർമിസീവ് ആവാൻ നമ്മൾ നോക്കരുത്. ഒന്ന് ബാലൻസ് ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് നമ്മളോട് വെറുപ്പില്ലാത്ത രീതിയിലേക്ക് പോകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം സമയമില്ലായ്മ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പോകുന്ന ഒരു പേരന്റ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്താൽ ഏറ്റവും നല്ലത്. കാരണം പല പേരൻസിനുള്ള പ്രശ്നമാണ്, ഞാൻ നല്ലൊരു അമ്മയാണോ, ഞാൻ നല്ലൊരു അച്ഛനാണോ, അത് തന്നെ വലിയൊരു ഉത്കണ്ഠയായിട്ട് പിന്നെ മാറാറുണ്ട്. കുട്ടി എന്നോട് ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. അത് ആ നിമിഷത്തെ ദേഷ്യമായിരിക്കും, അത് അവനോട് ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക്
കൗമാരക്കാരെ പാരന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും ഒക്കെയുള്ള അറിവുകൾ ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പങ്ക്തിയിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാനസികാരോഗ്യ സംബന്ധമായതോ അല്ലെങ്കിൽ പാരന്റിങ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ചകളിൽ നമ്മൾ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സൈക്കോളജിസ്റ്റുമായി സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഈ ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി. ഇത്രയും വിശദമായ കാര്യങ്ങൾ സംസാരിച്ച പ്രിയ വർഗീസിന് പ്രത്യേകം നന്ദി. അപ്പോൾ മറ്റൊരു ലൈവ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.